അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മോഡേൺ അറബിക് പ്രോസ് ആൻഡ് പോയട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വർഷവും തുടർച്ചയായിട്ട് ചോദിച്ചു വരാറുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ഏതായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡിസ്ക്രൈബ് ദ എമർജൻസ് ഓഫ് റിയലിസം ഇൻ അറബിക്. അറബിക് സാഹിത്യത്തിലെ റിയലിസത്തെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാഹിത്യങ്ങളിലും, ഇംഗ്ലീഷ് സാഹിത്യമാണെങ്കിലും അറബിക് സാഹിത്യത്തിലൊക്കെ ഈ റിയലിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. റിയലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിറ്റററി ട്രെൻഡുകളിലെ ഒരു ട്രെൻഡാണ് റിയലിസം. നമ്മുടെ ക്ലാസിസം, റൊമാൻറ്റിസം എന്നൊക്കെ പറയുന്നത് പോലെ റിയലിസം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ട്രെൻഡാണ്. ഈ റിയലിസത്തെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലിറ്റററി ട്രെൻഡുകളെ കുറിച്ച് ചോദ്യം വന്നു കഴിഞ്ഞാലും റിയലിസത്തെ കുറിച്ച് അത് എഴുതാൻ പറ്റും. അപ്പോൾ റിയലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അതിന് അറബിയിൽ അൽ വാഖിഅയ്യത്ത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്, ഈ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ലോകത്തെ അതെങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് റിയലിസം എന്ന് പറയുന്നത്. അഥവാ നമുക്കറിയാം, ഈ നമ്മൾ റൊമാൻറ്റിസത്തിനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ റൊമാൻറ്റിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. റൊമാൻറ്റിസം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അടുത്ത ക്വസ്റ്റ്യൻ റൊമാൻറ്റിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. റൊമാൻറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഭാവനാത്മകമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. എന്നാൽ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവനയ്ക്ക് കൂടുതൽ പ്രാധാന്യമൊന്നും നൽകുന്നില്ല. കാര്യങ്ങൾ എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ തന്നെ അവതരിപ്പിക്കും. ഇപ്പോൾ നമ്മുടെ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസ്ഥ നോക്കിക്കുമ്പോൾ ഒരു റൊമാൻറ്റിക് കവി എഴുതുകയാണെങ്കിൽ അതിലുള്ള പുഷ്പങ്ങളും അതുപോലെ തന്നെ മന്ദമാരുതനും കിളികളുടെ കളകള ശബ്ദവും ഈ ഒരു രീതിയിലായിരിക്കും അയാൾ കവിത എഴുതുക. എന്നാൽ റിയലിസ്റ്റിക് കവി എഴുതുമ്പോൾ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ യഥാർത്ഥമായ രീതിയിൽ അത് അയാളുടെ കവിതയിൽ എഴുതും. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, പട്ടിണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ കവിതയിൽ കൊണ്ടുവരും. കൂടുതൽ ഭാവനാത്മകതയ്ക്ക് പ്രാധാന്യം നൽകില്ല. ഏതായാലും ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഈ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ എങ്ങനെയാണോ ഉള്ളത്, അല്ല ബിൽ ഹയാത്തി കമാഹിയ, എങ്ങനെയാണോ ജീവിതമുള്ളത് ആ രീതിയിൽ പ്രസന്റ് ചെയ്യലാണ്. അതിന് മറ്റൊരു കമാഹി അൻ തക്കൂന അലഹി, ജീവിതം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് ആ രീതിയിലല്ല. അഥവാ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ സ്വപ്നം കാണുന്നത്, ആ സ്വപ്നത്തെ കുറിച്ച് എഴുതലല്ല ഈ റിയലിസം. മറിച്ച് എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത്, നിലവിലെ സാഹചര്യം എന്താണ്, നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ എന്താണ്, അതൊക്കെ ആയിരിക്കും ഈ റിയലിസ്റ്റിക് കവിതകൾ എഴുതാറുള്ളത്. മറ്റൊരർത്ഥത്തിൽ നമുക്ക് ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അൽ വാഖിയത്തു ഹിയ ഇൻഇകാസു ലിൽ ഹയാത്തിൽ ഹഖീഖ, യാഥാർത്ഥ്യമായിട്ടുള്ള യഥാർത്ഥ ജീവിതത്തിന്റെ ഒരു പ്രതിബിംബമാണ്, അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ വാഖിയത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, റിയലിസം ഏകദേശം 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് തുടങ്ങുന്നതാവട്ടെ ഫ്രാൻസിലുമാണ്. നമുക്കൊരു കോമൺ ആയിട്ടുള്ള കാര്യം ഇവിടെ നോക്കാനുള്ളത്, നമുക്ക് ഏത് ഇത് നോക്കുകയാണെങ്കിലും, ഏത് ലിറ്റററി ട്രെൻഡുകൾ നോക്കുകയാണെങ്കിലും ഏറെക്കുറെ എല്ലാം ഫ്രാൻസിൽ തന്നെയാണ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഏറെക്കുറെ എല്ലാം തന്നെ 19-ാം നൂറ്റാണ്ടിലാണ്, അധികവും 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലുമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത് റിയലിസം ആണെങ്കിലും മറ്റുള്ള ഇസങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് നോക്കാറുള്ളത്. പിന്നെ കുറച്ച് വ്യത്യാസമായിട്ടുള്ളത് ഏതായാലും നമുക്ക് ആ ഒരു ഭാഗം വരുമ്പോൾ അതേക്കുറിച്ച് കൂടുതൽ പറയാം. ഏതായാലും റിയലിസം ഫ്രാൻസിൽ 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് ആരംഭം കുറിക്കുന്നത്. റിയലിസം എന്ന് പറയുന്നത് ഒരു മദഹബ് നദവി, ഒരു ലിറ്റററി, ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു മേഖലയാണ്. ആ ഒരു മേഖലയിൽ ആലമുൽ ഗൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡ് അല്ല, മറിച്ച് എന്താണ്, നമ്മൾ ഭാവനാത്മകമായിട്ട് നമ്മൾ കാണാത്ത ഒരു ഇമാജിനറി വേൾഡ് ഉണ്ടല്ലോ, ആ ഇമാജിനറി വേൾഡിനെ ഇത് പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഭൂമിയെക്കുറിച്ച്, നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച്, നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചാണ് റിയലിസം എഴുതുന്നത്. ഇവിടെ ഇമാജിനറി വേൾഡിന് ഒരു സ്ഥാനവുമില്ല. അടുത്തതായിട്ട് പറയുന്നത്, ഈ റിയലിസം ഏതൊരു സാഹചര്യത്തിലാണ് ഉണ്ടായി വന്നത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് അത് പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ റൊമാൻറ്റിക് കവികൾക്ക് കഴിയാതിരുന്നപ്പോൾ, കാരണം ആ ഒരു സമയത്താണ് ഈ റിയലിസം ഉണ്ടായി വരുന്നത്. കാരണം റൊമാൻറ്റിസം എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും ഹയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവനാത്മകത, നമ്മുടെ ഇമാജിനറി, അതിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് റൊമാൻസിയ കൂടുതൽ എഴുതാറുള്ളത്. ആ ഒരു റൊമാൻറ്റിസത്തിന് ഇങ്ങനെ ഭാവനാത്മകമായ രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇമാജിനറി ആയിട്ടുള്ള രീതിയിൽ ഒരു മനുഷ്യന്റെ അവസ്ഥകളെ കുറിച്ച്, മനുഷ്യന്റെ കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ടും ഒരു കവിക്ക് എഴുതാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലായപ്പോഴാണ് ഈ റിയലിസം മുന്നോട്ട് വരുന്നത്. ആ റിയലിസത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ റിയലിസത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. അവസാനത്തെ പോയിന്റിൽ പറയുന്നത്, ഈ റൊമാൻറ്റിസത്തിന് മനുഷ്യന്റെ അവസ്ഥയെ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധവും ഒന്നാം ലോക മഹായുദ്ധമൊക്കെ വന്ന സമയത്ത് ഈ റൊമാൻറ്റിക് കവികൾക്ക് ഈ യുദ്ധത്തിനെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, യുദ്ധത്തിനെ അവർക്ക് തടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ യുദ്ധത്തിനെതിരെ നല്ല രീതിയിൽ പോരാടാൻ കഴിയുന്നില്ല. കാരണം ഈ ഒരു ഭാവനാത്മകതയും ഇമേജിനൊക്കെ വെച്ചാണ്ട് എങ്ങനെയാണ് യുദ്ധത്തെ വർണ്ണിക്കുക? അപ്പോൾ അത് യുദ്ധത്തിനെ എങ്ങനെയാണ് അവരെന്ത് ചെയ്യുക, പ്രതിരോധിക്കുക? യുദ്ധത്തിനെ നിരാകരിക്കുക, അവോയ്ഡ് ചെയ്യാൻ പറയുക? അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് ഈ റിയലിസം പ്രധാനമായിട്ടും ഉണ്ടായി വരുന്നത്.
അപ്പോൾ നമ്മൾ പറഞ്ഞു റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഈ സമൂഹം ഉള്ളത്, എങ്ങനെയാണോ ഭൂമി ഉള്ളത്, ആ ഒരു രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യലാണ്, അതിനെ സാഹിത്യപരമായിട്ട് പ്രസന്റ് ചെയ്യലാണ്. പിന്നീട് ഇവിടെ പ്രധാനപ്പെട്ടിട്ടുള്ള റിയലിസ്റ്റിക് എഴുത്തുകാരെ കുറിച്ച്, സാഹിത്യകാരെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് 1-2 പേജ് പഠിച്ചു വെക്കാം. ഇതിൽ നോക്കുകയാണെങ്കിൽ അബ്ദുൽ വഹാബുൽ ബയാത്തി എന്ന് പറയുന്ന ഒരാളെ നമുക്ക് പഠിച്ചു വെക്കാം. പിന്നെ രണ്ടാമത്തത് ഉമർ അബൂരീഷയാണ്. ഉമർ അബൂരീഷയെ നമുക്ക് പരിചയമുണ്ട്, നമ്മൾ ടെക്സ്റ്റിലുള്ള ആൾ തന്നെയാണ്. അതേപോലെ തന്നെ ഷർക്കാവി കോമൺ ആയിട്ടുള്ള ആളാണ്, പ്രസിദ്ധമായിട്ടുള്ള ആൾ തന്നെയാണ്. നമുക്ക് മറ്റുള്ള ങ്ങളിലും ഷർക്കാവിയെ കുറിച്ച് പഠിക്കാനുണ്ട്. ഏതായാലും പിന്നെയുള്ള യൂസുഫ് ഇദ്രീസ് ആണ്. യൂസുഫ് ഇദ്രീസ് നമ്മുടെ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ആൾ തന്നെയാണ്. അപ്പോൾ യൂസുഫ് ഇദ്രീസും അതേപോലെ തന്നെ ഉമർ അബൂരീഷയും നമ്മുടെ പാഠഭാഗത്തുള്ള ആളുകളാണ്. അതേപോലെ തന്നെ ഷർക്കാവി ആണെങ്കിൽ നമുക്ക് എല്ലാ ഇസങ്ങളിലും അധികം ആവശ്യമുള്ള വ്യക്തി കൂടി തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു 2-3-4 പേരുകളോട് കൊടുത്തിട്ടുണ്ട്. ഇവർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഈ ഒരു 4 പേര് പഠിച്ചു വെക്കാൻ കഴിയുമെങ്കിൽ പഠിച്ചു വെക്കുക. ഏതായാലും യൂസുഫ് ഇദ്രീസിനെയും അതേപോലെ തന്നെ അബൂരീഷയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് റംസിയ അഥവാ സിംബോളിസം. സിംബോളിസം എന്ന് പറയുന്നത് ഒരു കവിതയിൽ ആ ഒരു കവി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ വ്യക്തമാക്കി പറയാതെ അതിനു പകരം ചില സിംബലുകൾ അല്ലെങ്കിൽ ചില സൂചനകൾ കൊണ്ട് ആ ഒരു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ ഈ ഒരു ഓഡിയൻസിന്റെ മുമ്പിലേക്ക് പറഞ്ഞു വെക്കലാണ് ഈ ഒരു സിംബോളിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ചില കാര്യങ്ങൾ എന്താകും വ്യക്തമാക്കി പറയില്ല, മറിച്ച് അതിന് പകരം എന്താകും അതിലേക്ക് സൂചന നൽകുന്ന ചില സിംബലുകൾ അല്ലെങ്കിൽ ചില പുരാതന കഥകളിലെ ക്യാരക്ടേഴ്സ്, അത്തരത്തിലുള്ള സൂചനകളൊക്കെ നൽകിക്കൊണ്ട് ഒരു ആശയത്തെ കവിതയിലൂടെ കവി ഈ ഒരു ഓഡിയൻസിന്റെ മുന്നിലേക്ക് വെക്കുന്നതിനെയാണ് സിംബോളിസം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തന്നെയാണ്. ഇപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ നമ്മൾ അതേപോലെ തന്നെ മഹമ്മൂദ് ദർവേഷിന്റെ പാഠത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ചില സമയങ്ങളിലൊന്നും എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പറയാൻ കഴിയണമെന്നില്ല. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ഭരണാധികാരിയെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് ഒരു കവിതയിൽ പറയുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് അങ്ങനെ പറയാൻ കഴിയണമെന്നില്ല. കാരണം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെന്താവും വല്ല നിയമ നടപടികൾക്ക് നമ്മളെന്താവും വിധേയമാവും. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല, എന്നാൽ അത് ഉള്ളിലൂടെ മറച്ച് പറയേണ്ട ആവശ്യമുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സിംബലുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും സിംബലുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുരാതന കഥകളിലെ ക്യാരക്ടേഴ്സിനെയോ അല്ലെങ്കിൽ പുരാതന കഥകളോ പഴഞ്ചൊല്ലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കവിതയിലൂടെ കവി ഒരു ആശയത്തെ മുന്നോട്ട് വെക്കുന്നതിനെയാണ് സിംബോളിസം എന്ന് നമുക്ക് ചുരുക്കി പറയാം. കൂടുതൽ വിശാലമായിട്ട് നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വിശാലമായിട്ടുള്ള അർത്ഥങ്ങളിലേക്കൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും നമുക്ക് ഇവിടെ ചെറിയ രീതിയിൽ സിംബോളിസത്തെ കുറിച്ച് പറയാം. ഈ ഒരു സിംബോളിസം ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് സിംബോളിസം തുടങ്ങുന്നത് ഫ്രാൻസിലാണ്. നമുക്കറിയാം ഏകദേശം എല്ലാ മോഡേൺ ആയിട്ടുള്ള ട്രെൻഡുകളെല്ലാം തുടങ്ങുന്നത് തന്നെ ഫ്രാൻസിലായിരിക്കും. അതും 19-ാം നൂറ്റാണ്ടിലായിരിക്കും അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലായിരിക്കും ഒട്ടുമിക്ക മോഡേൺ ട്രെൻഡുകളൊക്കെ തുടങ്ങുന്നത്. ഇതും അതേപോലെ തന്നെ ഫ്രാൻസിലാണ്. ഈ ഒരു 2ാമത്തെ പോയിന്റിൽ പറയുന്നത് ഈ ഒരു മാർഗത്തിലൂടെ റംസിയയിലൂടെ ഈ ഒരു സാഹിത്യപരമായിട്ടുള്ള അനുഭവങ്ങളെ ഓഡിയൻസിലേക്ക് കൈമാറാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ഒരു റംസിയ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഇഷാറത്തുകളിലൂടെ സൂചനകളിലൂടെ അതേപോലെ തന്നെ സിംബലുകളിലൂടെ കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള ഫിലോസഫികൾ തത്വങ്ങളൊക്കെ എന്ത് ചെയ്യാണ് മുന്നോട്ട് വെക്കാറുണ്ട്. നമുക്കറിയാം സയ്യിദ് അഖിൽ അൽ ബന്നാനി അവരാണ് ഈ ഒരു മദ്ഹബ് റംസിയയുടെ പിതാവായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ നേതാവായിട്ട് തുടക്കക്കാരനായിട്ട് അല്ലെങ്കിൽ പീനിയർ ആയിട്ടൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. അത് അദബുൽ അറബിയിലുള്ള അഥവാ അറബി സാഹിത്യത്തിലുള്ള ഈ റംസിയയുടെ നേതാവായിട്ട് അല്ലെങ്കിൽ പീനിയർ ആയിട്ട് അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മജ്ലത്തുൽ ഷാർ ലബനാനിൽ തുടക്കം കുറിച്ചിട്ടുള്ള മജ്ലത്തുൽ ഷാറിന്റെ ആ ഒരു സംഘടനയുടെ ആളുകളെല്ലാം ഈ ഒരു അറബി സാഹിത്യത്തിലെ ഷിയാറുർ റംസിയുടെ നേതാക്കന്മാരായിട്ട് അതിന്റെ പിയനീസ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ചില ആളുകളൊക്കെ ഈ ഒരു ആദ്യമായിട്ട് അറബി സാഹിത്യത്തിലേക്ക് ഈ റംസിയെ കൊണ്ടുവന്നിട്ടുള്ളത് മുസ്തഫ സ്വാദിഖ് അറാഫിയാണ് പറയുന്ന ചില വിമർശകർ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതിന്റെ ഒരു പിയനിയർ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സയ്യിദ് അഖിൽ അൽ ബന്നാനി ആയിരുന്നു. എന്നാൽ ചില ആളുകളൊക്കെ മുസ്തഫ സ്വാദിഖ് റാഫിയാണ് ഇതിന്റെ ഒരു പിയനിയർ ആയിട്ട് ആദ്യമായിട്ട് അറബി ഭാഷയിലേക്ക് ഇത് കൊണ്ടുവന്നത് അദ്ദേഹമാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. എന്നാൽ മറ്റു ചില ആളുകൾ പറയുന്നു ഈ ഒരു റംസിയ അറബി ഭാഷയിലുള്ള ഈ അറബി സാഹിത്യത്തിലുള്ള റംസിയയുടെ ഈ ഒരു തുടക്കക്കാരൻ എന്ന് പറയുന്നത് ഖലീൽ ജിബ്രാൻ ആണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പൊ ഇതിന്റെ പിയനിയർ ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ഥാപകനായിട്ട് 3 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അഭിപ്രായങ്ങളുണ്ട്. സയ്യിദ് അഖിലാണെന്ന് പറയുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ മുസ്തഫ സ്വാദിഖ് റാഫി ആണെന്ന് പറയുന്ന ആളുകളുണ്ട്, ജിബ്രാൻ ആണെന്ന് പറയുന്ന ആളുകളുമുണ്ട്. പിന്നെ അടുത്ത പോയിന്റിൽ പറയുന്നു ഈ ഒരു റംസിയെ തുടക്കം കുറിക്കുന്നത് ഏകദേശം
അഥവാ ഈ അറബി സാഹിത്യത്തിൽ തുടക്കം കുറിക്കുന്നത് 1886 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ തന്നെയാണ് ഈ ഒരു ട്രെൻഡും വരുന്നത്. പിന്നീട് ഈ ഒരു റംസിയിലെ അഥവാ അറബി ഭാഷയിലെ ഈ ഒരു റംസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഓർത്തു വെക്കണം. ഒന്ന് സയ്യിദ് അഖിലാണ്, അതിന്റെ പിയനിയർ ആയിട്ടുള്ള സയ്യിദ് അഖിൽ തന്നെയാണ്. രണ്ടാമത് യൂസുഫുൽ ഖാലി, അതേപോലെ തന്നെ അദോനീസ്, അതേപോലെ തന്നെ നസാർ ഖബ്ബാനി. ഈ നസാർ ഖബ്ബാനിയെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുണ്ട്. അതോടുകൂടെ തന്നെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഷിയറുൽ ഹുർ. ഈ ഒരു പാഠത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഷിയറുൽ ഹുർ നമ്മുടെ പാഠത്തിന്റെ പേരിൽ അതില്ലെങ്കിലും ഷിയറുൽ ഹുർ എന്താണ് നമ്മളെ ടെക്സ്റ്റിലും അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദ്യം വരാറുള്ള ഒരു ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ ഷിയറു തഫ്ഈലത്തി എന്നൊക്കെ പറയാം. ഈ ഒരു ഷിയറുൽ ഹുർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫ്രീ വേഴ്സ് എന്നൊക്കെ പറയാം. അഥവാ പ്രത്യേകിച്ച് നിയമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ അറബി കവിത എഴുതുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ക്ലാസിക്കിന്റെ അവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അറബി കവിതയ്ക്ക് എന്താണ് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളും അതേപോലെ തന്നെ വസനുകളും തഫ്ഈലത്തുകളും അതേപോലെ തന്നെ അറൂദയും കവാഫിയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അറബി കവിതയിലുണ്ട്. ആ ഒരു ക്ലാസിക്കത്തിൽ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ഈ ഒരു അറബി കവിത ഇത്രയും എന്താണ് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വസീനും ബഹറൊക്കെ നോക്കേണ്ടതുണ്ടായതുകൊണ്ട് തന്നെ അറബി സാഹിത്യത്തിലും അതേപോലെ തന്നെ ഈ ഒരു ശാസ്ത്രത്തിലും ഈ ഒരു കാവ്യശാസ്ത്രത്തിലും നല്ല കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു കവിതകൾ രചിക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ ആ ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നു. അതിന് നേരെ വിപരീതമാണിത്. അഥവാ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഷിയറുൽ ഹുറിൽ പ്രത്യേകമായിട്ടുള്ള നമുക്കറിയാം, ഷിയറുൽ ഹുർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ വരുന്നത് എന്താണ്? സ്വതന്ത്രമായിട്ടുള്ള കവിത എന്നാണ്. അഥവാ എല്ലാവിധ നിയമങ്ങളിൽ നിന്നും സ്വതന്ത്രമായിട്ടുള്ള കവിത. അഥവാ ഇവിടെ ഒരു നിയമങ്ങളോ അല്ലെങ്കിൽ ഒരു വസനോ ബഹറോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഷിയറു തഫ്ഈലത്തി എന്നൊക്കെ നമുക്ക് അതിനെ പറയാൻ കഴിയും. ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് അത് തന്നെയാണ്. ഈ ഒരു ഷിയറുൽ ഹുർ എന്ന് പറയുന്നത് ഒരു മോഡേൺ കവിതയാണ്, ഒരു മോഡേൺ കവിതയുടെ രീതിയാണ്. ഈ ഒരു കവിതാ രീതിയിൽ അറബി കവിതയിൽ പരിഗണിക്കാറുള്ള എല്ലാവിധ നിയമങ്ങളിൽ നിന്നും എല്ലാവിധ വസനുകളിൽ നിന്നും കവാഫികളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും കവിതയെ മുക്തമാക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാം പോയിന്റിൽ പറയുന്നത് ഈ ഒരു കവിതയിൽ ഒരു രീതിയിലുള്ള തഫ്ഈലാത്തുകളുടെയും ആവശ്യമില്ല. തഫ്ഈലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി കവിതകളുടെ ബഹർ ഉണ്ടാകും. ബഹറുകൾ നമുക്കറിയാം 14 ബഹറുകളാണ് ഒരു അറബി കവിതകൾക്ക് ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും ഒരു ബഹറിലായിരിക്കും കവിത ഉണ്ടാവുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുസ്തഫ്ഇലുൻ അല്ലെങ്കിൽ ഫായിലുൻ അതിന് അങ്ങനെയുള്ള തഫ്ഈലാത്തുകൾ, അഥവാ ഇത്ര നമ്പർ ഓഫ് തഫ്ഈലാത്തുകൾ എന്താവണം ഒരു വരിയിൽ ഉണ്ടാവണം. ആ ഒരു രീതിയിലുള്ളതിനാണ് തഫ്ഈലാത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു തഫ്ഈലാത്തും എന്തില്ല ഈ ഒരു കവിതകൾക്ക് ഉണ്ടാവുകയില്ല. നമ്മൾ സാധാരണ പുരാതന ജാഹിലിയ കാലത്തുള്ള അറബി കവിതകൾ നോക്കുകയാണെങ്കിൽ അത് എല്ലാ വരികളും എന്തായിരിക്കും ഒരേ സ്ട്രക്ചറിലായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം അത് അതിന്റെ തഫ്ഈലാത്തും ബഹറൊക്കെ നോക്കിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ മോഡേൺ കവിതകളൊക്കെ നോക്കുന്ന സമയത്ത് ചില വരികൾ എന്തായിരിക്കും ദീർഘമേറിയ വരികളായിരിക്കും, ചില വരികൾ കുറവായിരിക്കും. കാരണം എന്തില്ല, അവിടെ തഫ്ഈലാത്തുകളോ ബഹറുകളോ ഒന്നും നോക്കുന്നില്ല എന്നാണ് അതിന്റെ കാരണം. പിന്നീട് ഈ ഒരു ഷിയറുൽ ഹുറിനെ കുറിച്ച് നാസിക്കുൽ മലായിക്ക് പറയുന്നത്, അദ്ദേഹം ഈ ഒരു ഷിയറുൽ ഹുറിന്റെ ഒരു വക്താവാണ്. അദ്ദേഹം പറയുന്നത് ഈ ഷിയറുൽ ഹുർ എന്ന് പറയുന്നത് അത് ദൂ ഷത്രിൻ വാഹിദിൻ, ഒരൊറ്റ ഡൈമെൻഷൻ മാത്രമുള്ള ഒരു കവിതയാണ്. ലൈസ ലഹു തൂലുൻ സാബിത്തുൻ, വളരെ ദീർഘമായിട്ടുള്ള ഒരു നീളലും കാര്യങ്ങളൊന്നും അതിനുണ്ടാവുകയില്ല. അതേപോലെ തന്നെ പിന്നീട് അടുത്ത പോയിന്റിൽ പറയുന്നത് ഈ ഒരു ഷിയറുൽ ഹുർ അറബി സാഹിത്യത്തിൽ അല്ലെങ്കിൽ അറബി കവിതയിൽ വരുന്നത് ഇറാഖിലാണ് ആദ്യമായിട്ട് ഇത് വരുന്നത്. പിന്നീട് അടുത്തതായിട്ട് അബ്രസ് ഷുഅറാഇഹി, അതിന്റെ ഈ ഒരു ഷിയറുൽ ഹുറിന്റെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള കുറച്ച് കവികളെ കുറിച്ച് പറയുന്നുണ്ട്. നാസിക്കുൽ മലായിക്ക അതൊരു കവിയത്രിയാണ്, ഒരു സ്ത്രീയാണ്. അതേപോലെ തന്നെ ബദർ ഷാക്കിർ അസയ്യാബ്, അതേപോലെ അബ്ദുൽ വഹാബ് അൽ ബയാത്തി. ഈ ഒരു 3 പേരുകൾ നമുക്ക് ഈ ഒരു റംസിയെ കുറിച്ച് ഓർത്തു വെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ അടുത്ത പോയിന്റിൽ പറയുന്നത് ഈ ഒരു ഷിയറുൽ ഹുറിന്റെ റംസി അല്ല, ഷിയറുൽ ഹുർ. ഈ ഒരു ഷിയറുൽ ഹുർ തുടങ്ങുന്നത് 1947 ഇറാഖിലാണ് തുടങ്ങുന്നത്. അഥവാ നമ്മുടെ മറ്റ് ട്രെൻഡുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലേറ്റ് ആയിട്ടാണ് ഇത് തുടങ്ങുന്നത്. അഥവാ 20ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് ഇത് തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഈ ഷിയറുൽ ഹുർ കൊണ്ട് ആദ്യമായിട്ട് രചിച്ചിട്ടുള്ളത് നമ്മുടെ നാസിക് മലായിക്ക് തന്നെയാണ്. നാസിക് മലായിക്ക് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കോളറ എന്ന് പറയുന്ന ഒരു കവിത, ആ ഒരു കവിത അദ്ദേഹം ആദ്യമായിട്ട് രചിച്ച ഒരു കവിതയാണ് ഈ കോളറ. ആ ഒരു കോളറ ഈ ഒരു ഷിയറുൽ ഹുറിൽ രചിക്കപ്പെട്ടിട്ടുള്ള ആദ്യ കവിതകളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു കോളറ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് കോളറ എന്നുള്ളത്, അത് നോക്കണം. അതേപോലെ തന്നെ പിന്നീട് പറയുന്നു നാസിക്കുൽ മലായിക്ക ഈ ഒരു ഷിയറുൽ ഹുറിന്റെ നേതാവായിട്ടും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നാസിക്കുൽ മലായിക്ക ഈ ഒരു ഷിയറുൽ ഹുറിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഈ നമ്മുടെ ടെക്സ്റ്റിൽ റംസിയെ കുറിച്ചും അതേപോലെ തന്നെ റിയലിസ്റ്റത്തെ കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ഈ ടെക്സ്റ്റിൽ നമുക്ക് ഈ ഒരു റംസിയെ കുറിച്ചും അതേപോലെ തന്നെ
ആ ഒരു മേഖലയിൽ വരുന്ന ഏകദേശം 4 കവികളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. മഹമ്മൂദ് ദർവേഷ്, അതേപോലെ തന്നെ അബ്ദുൽ വഹാബ് അൽ ബയാത്തി, നാസിക് മലായിക്ക, ഫദ്വ തൂക്കാൻ എന്നുള്ള തൗക്കാൻ എന്ന് പറയുന്ന 4 കവികളെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മഹമ്മൂദ് ദർവേഷും അതേപോലെ തന്നെ നാസിക്കുൽ മലായിക്കയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കവികളാണ്. അവർ 2 പേരെയും കുറിച്ച് നന്നായിട്ട് നോക്കി വെക്കണം. ഏതായാലും ഈ ഒരു ടെക്സ്റ്റിൽ റിയലിസത്തെ കുറിച്ച് പറയുന്നത്, റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സമൂഹത്തെ മനസ്സിലാക്കുകയും അതേപോലെ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മറഞ്ഞ വശങ്ങളെല്ലാം വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു സാഹിത്യ ശാഖയായിട്ട് റിയലിസത്തെ നമുക്ക് മനസ്സിലാക്കാം. അധികമായിട്ടും അതിൻ്റെ ആശയങ്ങളും ഉള്ളടക്കങ്ങളും എല്ലാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ആ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിലെന്തുണ്ടാവുകയില്ല, ഈ ഒരു ഇസ്തിഖറാത്തിയത്തുൽ ഫിക്ർ അഥവാ പ്രഭുത്വത്തിൻ്റെ ചിന്താഗത അഥവാ ഈ ഒരു കൂടുതൽ മുതലാളിത്ത വർഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അധികാരികളുടെ ഭരണകൂടത്തിൻ്റെ ചിന്തകളും കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവുകയില്ല അധികം. മറിച്ച് സാധാരണ ജനങ്ങളുടെ ചിന്തകളായിരിക്കും. അതേപോലെ തന്നെ ഭാവനയ്ക്കും ഇതിലെന്തില്ല, ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് പലപ്പോഴും നമ്മൾ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു സാഹിത്യമായിട്ട് ഇതിനെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കണക്കാക്കാറുണ്ട്. അഥവാ അദബുൽ മൗദൂഇ എന്ന് പറയും. വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു സാഹിത്യമായിട്ട് ഈ ഒരു വാക്കിയാത്തിനെ നമ്മൾ കണക്കാക്കാറുണ്ട്. കാരണം ഇതിലെന്തില്ല, വ്യക്തിഗതമായിട്ടുള്ള ചിന്താഗതികൾക്കോ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള ഫീലിങ്സുകൾക്കോ ഇതിൽ പ്രാധാന്യം നൽകുന്നില്ല. മറിച്ച് ഇതൊരു ഇഷ്തിറാക്കിയായിട്ടുള്ള അഥവാ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ചിന്തകളിലേക്കാണ്, സങ്കല്പങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അവിടെ കൂടുതലായിട്ടും ഈ ഒരു സാധാരണക്കാരുടെ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു വിഷയത്തിൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റംസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷായർ, ഈ ഒരു കവി തൻ്റെ ഫീലിങ്സിനെ അവ്യക്തമായിട്ടുള്ള ചില സിമ്പലുകൾ കൊണ്ട് അതേപോലെ തന്നെ ചില രൂപങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നതാണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രകടിപ്പിക്കുന്നതിനാണ് പറയാം. പിന്നീട് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, നമുക്ക് ഈ ഒരു റിയലിസത്തെ നോക്കിക്കഴിഞ്ഞാൽ, വീണ്ടും റിയലിസത്തെ കുറിച്ച് പറയുകയാണ്. റിയലിസത്തെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ റിയലിസത്തിൽ വ്യത്യസ്തമായിട്ടുള്ള റിയലിസം നമുക്ക് കാണാൻ കഴിയും. അതിൽ ബൂർജാസിയ അഥവാ ബൂർഷ്വ റിയലിസം കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇഷ്തിറാക്കിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ സോഷ്യലായിട്ടുള്ള റിയലിസമാണ് ഇഷ്തിറാക്കിയ എന്ന് പറയുന്നത്. അതേപോലെ അന്ന് കാലത്ത് പ്രധാനമായിട്ടും ഈ ഒരു 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണല്ലോ ഇതൊക്കെ കടന്നു വരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ 1940-കൾക്ക് ശേഷം ആ ഒരു യുദ്ധം കഴിഞ്ഞ ഒരു സമയത്താണ് ഇത് കടന്നു വരുന്നത്. റംസിയുടെ കാര്യം നോക്കുമ്പോൾ അങ്ങനെയാണ്. അതേപോലെ തന്നെ നമ്മളെന്താണ് വാക്കിയത്തിന്റെ കാര്യത്തിലും ആ ഒരു സമയത്ത് ഇത് കൂടുതൽ പോപ്പുലർ ആവുന്നുണ്ട്. ആ യുദ്ധം കഴിഞ്ഞ സമയത്തൊക്കെ ഈ ഒരു യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുന്ന, ഈ ഒരു യാഥാർത്ഥ്യത്തെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ഈ ഒരു റൊമാൻസിയ, അന്ന് കാലത്ത് നമുക്കറിയാം ക്ലാസിക്കത്തിന് ശേഷം 2ാമതായി വന്നിട്ടുള്ള ഒന്നായിരുന്നു, ഒരു മദ്രസ ആയിരുന്നു റൊമാൻസിയ, ഈ ഒരു അഥവാ റൊമാൻറ്റിസം എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഈ ഒരു അന്നത്തെ സാഹചര്യത്തെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അതിനൊരു മറുപടി ആയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ്, അതിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു വാക്കിയത്ത് വരുന്നത്. കാരണം ഈ റൊമാൻറ്റിസത്തിൽ കൂടുതലായിട്ട് എന്താണ് ഭാവനാത്മകമായിട്ട് അല്ലെങ്കിൽ എന്താണ് കൂടുതൽ വർണ്ണിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള കവിതകളും കൂടുതൽ ഭാവനയ്ക്ക് പ്രാധാന്യം നൽകുക കവിതകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഭാവന കൊണ്ടൊന്നും ജനസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെയൊന്നും പ്രസന്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു മറുപടി ആയിട്ടാണ് വാക്കിയത്ത് ശരിക്കും ഒരു രംഗപ്രവേശനം ചെയ്യുന്നത്. എന്നാൽ പൂർണ്ണമായിട്ടും ഈ ഒരു റൊമാൻറ്റിസത്തെ ഇല്ലാതാക്കാൻ വാക്കിയത്തിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു വാക്കിയത്ത് റിയലിസത്തിന് കഴിഞ്ഞിട്ടില്ല. മറിച്ച് ഈ ഒരു വാക്കിയത്ത് ഈ റൊമാൻറ്റിസത്തിനോട് കൂടിച്ചേരുകയായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമൊക്കെ ഈ ഒരു വാക്കിയത്ത് വലിയ രീതിയിൽ എന്താണ് ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇറാഖിലും അതിനു മുമ്പ് മിസ്രിലൊക്കെ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള മേഖലകളിൽ ഒരുപാട് വഴിത്തിരിവുകൾക്ക് ഈ ഒരു വാക്കിയത്ത് കാരണമായിട്ടുണ്ട്. അന്ന് കാലത്ത് അവിടെയൊക്കെ നിലനിന്നിരുന്ന ഒരുപാട് സാമൂഹികമായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻഹിലാൽ, സാമൂഹികമായിട്ടുള്ള അപജയം എന്നൊക്കെ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഫസാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി, ബത്തോലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. അതേപോലെ തന്നെ ഈ ഒരു യുദ്ധം കാരണത്താൽ അടുപ്പിച്ചു വന്നിട്ടുള്ള 1ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധമൊക്കെ കാരണത്താൽ അന്ന് കാലത്ത് അവിടെ വ്യാപകമായിട്ടുണ്ടായിരുന്ന തലഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പം, ആ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പണപ്പെരുപ്പം കാരണത്താൽ കൂടുതലായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ കൂടുതൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് കാലത്തുള്ള സാഹിത്യകാരന്മാരും എഴുത്തുകാരൊക്കെ കൂടുതലായിട്ടും മാർക്സിസ്റ്റ് ഫിലോസഫിയിൽ കൂടുതലായിട്ടും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അഥവാ അവർ കൂടുതലായിട്ടും ഈ ഒരു മാർക്സിന്റെ ഫിലോസഫിയെ അവർ കൂടുതലായിട്ട് കടമെടുത്തിട്ടുണ്ട്. കാരണം മാർക്സ് പറയുന്നത് അങ്ങനെയാണല്ലോ, കൂടുതൽ സോഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് മാർക്സിന്റെ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ മാർക്സ് പറഞ്ഞു വെച്ചിട്ടുള്ളത്.
ആ ഒരു കാലത്ത് ഈ റൊമാൻറ്റിസത്തിന് വലിയ രീതിയിലുള്ള എതിർപ്പുകളും, കാരണം ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടലാണ് റൊമാൻറ്റിസം എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് എതിർപ്പുകളും ഈ റൊമാൻറ്റിസത്തിന് വരുന്നുണ്ട്. പിന്നീട് അവസാനമായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ഈ ഒരു പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് ഷിയറുൽ ഹുർ ആണ്. ഷിയറുൽ ഹുറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതേപോലെ തന്നെ ഷിയറുൽ മുഖാവമത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതിനോട് സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ വാക്കിയത്താണ്. വാക്കിയത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. റംസിയത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് അടുത്ത ഒന്നാണ് വുജൂദിയത്ത്. വുജൂദിയത്തിന് മലയാളം പറയുകയാണെങ്കിൽ അസ്തിത്വവാദം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു വുജൂദിയത്ത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഏതായാലും ചെറിയ രീതിയിൽ നമുക്ക് നോക്കാം. ഏകദേശം 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലാണ് ഈ ഒരു വുജൂദിയത്ത് വരുന്നത്. പ്രധാനമായിട്ടും ആ ഒരു കാലത്ത് അറബി കവിതകൾ കൂടുതലും ബുദ്ധിപരമായിട്ടുള്ള ആശയക്കുഴപ്പം, അതേപോലെ തന്നെ ഉത്കണ്ഠ, നഷ്ടം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അറബി കവിതയിൽ ഉണ്ടായിരുന്ന പ്രധാന വിഷയങ്ങളായിട്ടുള്ളത്. ആ ഒരു സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസിലാണ് ഈ ഒരു വുജൂദിയത്ത് പ്രധാനമായിട്ടും പ്രചാരത്തിൽ വരുന്നത്. ആ ഒരു സമയത്ത് ഫ്രാൻസിൽ ഇത് കൂടുതൽ പോപ്പുലർ ആവുകയും ചെയ്തു. പ്രധാനമായിട്ടും അതിനെ ഫ്രാൻസിൽ കൊണ്ടുവരുന്നത് ജീൻ പോളിനെ പോലെയുള്ള, അതേപോലെ തന്നെ സാർത്രയെ പോലെയുള്ള ആളുകളൊക്കെയാണ് ഈ ഒരു വുജൂദിയത്തിനെ കൊണ്ടുവരുന്നത്. ഈ ഒരു വുജൂദിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആശയം, അതിൻ്റെ ചെറിയ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് പറയുന്ന ദൈവത്തിനോ അതേപോലെ തന്നെ ദൈവങ്ങൾക്കോ അതേപോലെ തന്നെ അത്തരത്തിലുള്ള മതകീയമായിട്ടുള്ള ആദർശങ്ങൾക്കോ അസ്തിത്വമില്ല, അതിനൊന്നും സത്യമില്ല. അഥവാ മതങ്ങൾക്കോ അതേപോലെ തന്നെ ദൈവത്തിനോ അത്തരത്തിലുള്ള മതകീയമായിട്ടുള്ള ആദർശങ്ങൾക്കോ ഒന്നും അസ്തിത്വമില്ല എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ മനുഷ്യനെ കൂടുതൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന ഈ മതകീയ നിയമങ്ങൾ, ആ നിയമങ്ങൾക്കൊന്നും മനുഷ്യൻ ബന്ധിതനല്ല, മനുഷ്യൻ അത്തരത്തിലുള്ള നിയമങ്ങളൊന്നും ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് ഈ വുജൂദിയത്തിന്റെ ആളുകൾ. ഇവർക്ക് മതത്തിനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചൊക്കെ ഇവർക്ക് അവരുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുരുക്കത്തിൽ സാഹിത്യത്തിലേക്ക് ഈ ഒരു വുജൂദിയത്ത് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്, ഒരാൾക്ക് ഏതൊരു ഭാഷയിൽ ചിന്തിക്കാനും ഏതൊരു ഭാഷയെ ഉപയോഗിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വുജൂദിയത്ത് സാഹിത്യത്തിൽ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ചെറിയ രീതിയിൽ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. ഒരാൾക്ക് ഏത് ഭാഷയിൽ ചിന്തിക്കാനും ഏത് ഭാഷ ഉപയോഗിക്കാനുമുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു വുജൂദിയത്തിലെ പ്രധാനപ്പെട്ട അറബി കവികളെ നോക്കുകയാണെങ്കിൽ ഫൗസി മലൂഫിനെ പോലെയുള്ള, ജാമിൽ അൽ സഹാവിയെ പോലെയുള്ള, ഇലിയ അബുമാദിയെ പോലെ, ഖലീൽ ഹാവിയെ പോലെ അത്തരത്തിലുള്ള ഒരുപാട് വുജൂദിയത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കവികളെ നമുക്ക് കാണാൻ കഴിയും. ഈ ഇലിയ അബുമാദിയെ പോലെയുള്ള ഈ അറബി കവികളൊക്കെ ഈ ഒരു ദൈവത്തിന്റെ അസ്തിത്വത്തിനെ നിഷേധിക്കുന്നുണ്ട് എന്നതിന് അർത്ഥമില്ല. മറിച്ച് ഇവരൊരു സാഹിത്യ മേഖലയിലുള്ള വുജൂദിയത്തിനെ പിന്തുണക്കുന്ന ആളുകളായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു വുജൂദിയത്തിന്റെ രീതിയിലുള്ള അതിൻ്റെ ആശയങ്ങളിലുള്ള കവിതകൾ അവർ രചിച്ചിരുന്നു. അല്ലാതെ ഈ ഒരു ദൈവത്തെ നിഷേധിക്കുന്നു എന്നൊന്നും അതിനെ അർത്ഥമാക്കേണ്ടതില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. വുജൂദിയത്ത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമല്ല. എന്നിരുന്നാലും ബാക്കിയുള്ള വാക്കിയത്ത്, റംസിയ, ഇതൊക്കെയാണ്, അതേപോലെ തന്നെ ഷിയറുൽ ഹുരിയ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ വുജൂദിയത്ത് സമയമുണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ മതിയാകും. അല്ലാതെ കൂടുതലായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും വുജൂദിയത്തിൽ നിന്ന് വരാറുമില്ല. ഏതായാലും അറബിക് ട്രെൻഡുകളെ കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ.